അല്ല, ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടെടുത്തപ്പോൾ അല്ല, മറുപടിക്കല്ല, നിങ്ങളുടെ ആത്മസംതൃപ്തിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? വാർത്താ സമ്മേളനമല്ലേ, ചോദിച്ചാൽ മറുപടി പറയും. ഈ മറുപടി വേണ്ടാന്നാണെങ്കിൽ പിന്നെ നമുക്ക് ഒഴിവാക്കും. ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളൊരു വാചകത്തെ അടർത്തി മാറ്റുകയാണ്. അതിനി മറുപടി പറഞ്ഞിട്ട് അതൊരു പ്രധാന വാർത്തയാക്കാൻ ഞാൻ നിന്ന് വരുന്നതല്ല. ഓരോ സാഹചര്യത്തിലും ഏത് സംഘടനയെക്കുറിച്ചും ആവശ്യം വേണ്ട നിലപാടും അഭിപ്രായവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭാവിയിലും തുടരും. അവിടെ നിർത്താം. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ അതിനെക്കുറിച്ച് കേട്ടു. അതിനെ സംബന്ധിച്ച് സർക്കാർ ജയിപ്പിച്ചു എന്ന് അങ്ങനെ ആരെയും പറയുന്നുണ്ടോ? കോൺഗ്രസ് ചിലപ്പോൾ പറയും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ നിയന്ത്രണം, പോലീസ് മാത്രമല്ല എല്ലാ വകുപ്പുകളുടെയും നിയന്ത്രണം തത്വത്തിൽ ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഇതിനു മുൻപും, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്നും വന്ന ഒരു കത്തിൽ BJPയുടെ സീൽ വന്നൊരു പ്രശ്നം വന്നല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു എൻ്റെ ഫേസ്ബുക്ക് പേജിൽ. അതിപ്പോൾ കാണാനില്ലല്ലോ, നിങ്ങളാരെയും കാണും. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലൊരു നടപടിക്ക് വിധേയമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഊഹിക്കുന്നതാണ്. അപ്പോൾ ഇത് വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ അതിൽ ഒരു കാര്യം പ്രതിപക്ഷ നേതാവിൻ്റെതാകുമ്പോൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ വ്യാപകമായി ഇപ്പോൾ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അതിനോടെല്ലാം വിയോജിപ്പാണുള്ളത്. അതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾക്കതിനോടൊന്നും ഒരു യോജിപ്പുമില്ല. പക്ഷേ ആ ഭാരം ഈ തലയിലേക്ക് കൊണ്ടുപോക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന തെറ്റായ ഒരു കാര്യം അത് ഇടതുപക്ഷം മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ കുറച്ചു കാലം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം നിരന്തരം വിളിക്കുകയാണ്, ഒന്ന് കാണണം എന്നാണ് ആവശ്യപ്പെട്ടത്, ഒന്ന് സംസാരിക്കണം, ചർച്ച ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചർച്ച ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ, ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ. അല്ല, ഒരു സൗഹൃദ സംഭാഷണം, ഒന്ന് കാണാനാണ്, പരിചയപ്പെടാനാണ്. സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ആളുകൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിന് എന്ത് എന്നല്ലേ ചിന്തിക്കും. എന്നാൽ ജമാഅത്ത് കേന്ദ്രങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടെന്താണ്? ഏതെങ്കിലും വിധേന ആളുകളെയൊക്കെ വിളിച്ച് അഭ്യർത്ഥിച്ച് ഒരു സൗഹൃദം, ഒരു കൂടിക്കാഴ്ച, ഒന്ന് കാണണം, വെറുതെ പൊതുകാര്യങ്ങൾ സംസാരിക്കാനാണ്, ഒരു 5 മിനിറ്റ് തരണം എന്നൊക്കെ പറഞ്ഞു വന്നാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു, ഞങ്ങൾ ധാരണയുണ്ടാക്കി, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിലപാട് ചർച്ച ചെയ്തു എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ഒരു ശരിയായ സമീപനമാണോ? അതല്ല. അത്തരത്തിലുള്ള പല സമീപനങ്ങളും വന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ വിളിച്ച സ്നേഹിതനെ എനിക്ക് പരിചയമില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അങ്ങനെ സംസാരിക്കേണ്ടതായ ഒരു സാഹചര്യമില്ല, എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ വിമർശിച്ചത് UDFൻ്റെ രാഷ്ട്രീയ നേതൃത്വം അവർ ഏറ്റെടുത്തു. അവരായി UDFൻ്റെ പ്രചരണങ്ങൾ നിശ്ചയിക്കുന്നത്, പ്രചരണ മുദ്രാവാക്യങ്ങൾ നിശ്ചയിക്കുന്നത് അവരായി മാറി. കടുത്ത ഇടതുപക്ഷ വിരുദ്ധത, അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല, ആവശ്യമായൊരു ഘട്ടബന്ധം നമുക്ക് പോവാം, പ്രചരിപ്പിക്കുന്നവരായി അവർ മാറി. അപ്പോൾ നമുക്കതിനെ വിമർശിക്കേണ്ടി വരും, അത് തുറന്നു കാണിക്കേണ്ടി വരും. അത് തുറന്നു കാണിച്ചു, അത്രേ ഉള്ളൂ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സംഭാവനയല്ലേ 14 NDA സ്ഥാനാർത്ഥികൾ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP മുന്നണിയുടെ 14 സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് നൽകിയ സംഭാവനയാണ് സമീപ സമയത്ത്. ഇനി അതൊക്കെ പോട്ടെ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് NDA ഘടകകക്ഷിയായിട്ട് ഇപ്പം മാറിയിട്ടുള്ള 2020 ചേർന്നല്ലേ കോൺഗ്രസ് ഭരിക്കുന്നത്. എന്നിട്ട് ഡീലിനെ കുറിച്ച് പഠിപ്പിക്കാൻ വരിക. ആദ്യം NDA ഘടകകക്ഷിയുടെ പിന്തുണയോടെയുള്ള പഞ്ചായത്ത് ഭരണം അവസാനിപ്പിക്കാൻ പറ പ്രതിപക്ഷ നേതാവിന്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റത്തൂര് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും കൈപ്പത്തി അടയാളത്തിൽ ജയിച്ച കോൺഗ്രസ് നേതാവല്ലേ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, താമര അടയാളത്തിൽ ജയിച്ച BJPയുടെ പിന്തുണയോടെ. എത്രയിടത്ത്? ഞാൻ എറണാകുളം തൊട്ടടുത്ത് തൃശ്ശൂരും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും പ്രബലമായി നിൽക്കുന്ന RSS കോൺഗ്രസ് ഡീലിൻ്റെ സാക്ഷ്യപത്രങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പുതിയ എന്തെങ്കിലും കഥകൾ പറയുന്നതായിരിക്കും
ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചോദിച്ചു. ഈ ഡീൽ എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിനെയും തെരഞ്ഞെടുപ്പിനെയും കച്ചവടമായി കണക്കാക്കുന്ന സംസ്കാരവും അവരുടേതാണ്. ഞങ്ങൾ കടുത്ത സംഘർഷങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ഇപ്പൊ കോൺഗ്രസ് CPM സംഘർഷം ഉണ്ടായാൽ, അങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇപ്പൊ കുറച്ചു കാലമായിട്ടില്ല, നല്ലത്, പക്ഷെ മുൻപുണ്ടായിട്ടുണ്ട്. ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് CPM സംഘർഷം പോലെ RSS CPM സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടാതിരിക്കാനും സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കക്ഷികൾ തമ്മിലും സർവകക്ഷി എന്ന നിലയ്ക്കും ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരവും അല്ലാതെയും ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകളുടെ ഭാഗമായാണ് കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും വലിയൊരളവോളം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ പൊതു താല്പര്യത്തെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ്. അത് CPM RSS സംഘർഷം നടക്കുമ്പോൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ടി വരും നേതൃത്വം സമാധാനം ഉണ്ടാക്കാൻ. CPM കോൺഗ്രസ് സംഘർഷം നടക്കുമ്പോൾ സമാധാനം ഉണ്ടാക്കാൻ ചർച്ച ചെയ്യേണ്ടി വരും. അതിനൊന്നും തെരഞ്ഞെടുപ്പിൽ മറ്റു പ്രസക്തിയോ പ്രാധാന്യമോ ഇല്ല. ഞാൻ പറയാത്തൊരു വാക്ക് അതിനിടയിൽ തിരികെ അവരുടെ നേതൃത്വത്തിൽ, ഞാൻ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ ആവശ്യമനുസരിച്ച് എന്നാണ്. സമൂഹത്തിന്റെയും ഔദ്യോഗിക സംവിധാനങ്ങളുടെയും ആവശ്യപ്രകാരം നടന്നിട്ടുള്ള ചർച്ചകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൽ എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള ബന്ധമുള്ള ഒരു വാക്ക് അവർ കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പിൽ ഡീല്, കച്ചവടം തുടങ്ങിയ വാക്കുകൾ അവരുടെ കുത്തകയാണ്. അവർക്കറിയുന്ന കാര്യമല്ലേ അവർക്ക് പറയാൻ പറ്റൂ, ഞങ്ങൾക്കറിയുന്ന കാര്യമില്ല ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. അവരിപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഈ വികസനം പ്രസംഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 60 മുതലുള്ള ഡീൽ അങ്ങ് വിശദമായി പറയാൻ ഞങ്ങൾക്ക് പറ്റി. ഞങ്ങൾ പറയുന്ന ഒരു കാര്യത്തിനെങ്കിലും മറുപടി പറയാൻ പറ്റും. ഇപ്പം അവരുടെ വക്താക്കളായി ഇവിടെ ചോദ്യം ചോദിക്കുന്നവരുണ്ട്, എനിക്കൊരു വിരോധമില്ല, അത് നല്ലതാണ്. അവരുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റുമല്ലോ. ഈ നിമിഷം വരെ EMSനെ തോൽപ്പിക്കാൻ ദീനദയാൽ ഉപാധ്യായയുടെ കാലു പിടിച്ച് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെ കുറിച്ച് മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടോ കോൺഗ്രസിന്? ഞങ്ങൾ മറുപടി ആവശ്യപ്പെടുന്നില്ല, പക്ഷെ ഇന്നോളം മറുപടി പറഞ്ഞിട്ടില്ല. AKGയെ തോൽപ്പിക്കാൻ ജില്ലാ കാര്യവാഹകനെ കോൺഗ്രസ് സംയുക്ത സ്ഥാനാർത്ഥിയാക്കിയതിനെ കുറിച്ച് മറുപടി പറയാൻ പറ്റുമോ? ബേപ്പൂര് വടകര മറുപടി പറയാൻ പറ്റുമോ? എന്തിന് ഞാനിപ്പോൾ പറഞ്ഞ പുത്തൻകുരിശ് പഞ്ചായത്ത്, ഇവിടുന്ന് കൈ ചൂണ്ടിയെ കാണുന്ന പഞ്ചായത്തല്ലേ, അവിടെ NDA ഘടകകക്ഷിയുടെ തോളിൽ കയറി ഇരുന്നിട്ടല്ലേ പഞ്ചായത്ത് ഭരിക്കുന്നത്? അതിന് മറുപടി പറയാൻ പറ്റുമോ? അപ്പൊ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ ഒരു അവസരം കിട്ടി, അത്രയേ ഉള്ളൂ. നല്ല കാര്യം. അതാണ് പറഞ്ഞത്, കോൺഗ്രസിന് എന്തും പറയാൻ മടിയുണ്ടാവില്ല. തൃപ്പൂണിത്തുറ തന്നെ നമുക്ക് എടുക്കാം. തൃപ്പൂണിത്തുറയിൽ എത്ര കാലമായി ഡീല് തുടങ്ങിയിട്ട്? നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഒന്ന് അന്വേഷിക്കൂ. തൃപ്പൂണിത്തുറ നഗരസഭ ഇപ്പോൾ BJP ഭരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ തവണ BJP പ്രതിപക്ഷമായിരുന്നു. കോൺഗ്രസ് 3ാം സ്ഥാനത്തായിരുന്നു. കോൺഗ്രസിന് കഴിഞ്ഞ തവണ 8 കൗൺസിലർമാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 2-3 കൗൺസിലർമാർ കൂടുതൽ കിട്ടി, പക്ഷെ 3ാം സ്ഥാനത്താണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് 1ാം സ്ഥാനത്ത് വരും. ഇതെങ്ങനെയാണ് വരുന്നത്? അപ്പോൾ 3ാം സ്ഥാനത്ത് BJP പോകും. കാലങ്ങളായി തൃപ്പൂണിത്തുറയിൽ നഗരസഭയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് കോൺഗ്രസിനും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് BJPക്കും. ഇത് എത്ര കാലമായിട്ടുള്ള കച്ചവടമാണ്, എത്ര കാലമായുള്ള ഡീലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പരസ്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ മറന്നോ? ഞാൻ പിന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥി കൂടി ആയതുകൊണ്ട് കൂടുതലായിട്ട് ഞാനത് പറയണ്ടെന്ന് കരുതിയതാണ്. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് BJP സ്ഥാനാർത്ഥി പരസ്യമായിട്ട് പറഞ്ഞു വോട്ട് വാങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും വോട്ട് നഷ്ടപ്പെട്ട BJP സ്ഥാനാർത്ഥിയും ഈ കാര്യം പരസ്യമായി സ്ഥിരീകരിച്ചതാണ് കഴിഞ്ഞ തവണ. ഈ തവണ അവിടെ 2020യുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടത്തിയ ഡീൽ കുറച്ചുകൂടി സുഗമമായി നടത്താനാണ്. അതിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ വടവുകോട് പുത്തൻകുരിശ്. ഇവിടങ്ങളിലെല്ലാം നിലനിൽക്കുന്ന ചരിത്രത്തിൽ വേരുകളുള്ള സംഘപരിവാർ കോൺഗ്രസ് ഡീലിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് ഇതെല്ലാം. അക്കാര്യത്തിൽ സംശയമില്ല.
അദ്ദേഹം ശക്തനായ സ്ഥാനാർത്ഥിയാണോ? അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളെക്കാളൊക്കെ ശക്തൻ അദ്ദേഹമാണോ കോൺഗ്രസിന്റെ? ആണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായം വേണ്ടി ചോദിച്ചത് ആണല്ലേ? ആയിക്കോട്ടെ. അല്ല, ഞാൻ മറുപടി പറയാം. ഞാൻ നിങ്ങളുടെ അഭിപ്രായം വേണ്ടി ചോദിച്ചു. ആ, ഞങ്ങൾ കഴിഞ്ഞ തവണ സരിനും സ്വതന്ത്രനായിരുന്നില്ലേ? ആണോ? കഴിഞ്ഞ വർഷം? ആ, അല്ല, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലുള്ള ഒരു പൊരുത്തക്കേട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ചോദിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങളിപ്പോൾ 2011 മുതൽ കുറച്ച് പുറകിലാണ്. ഞങ്ങൾ ജയിച്ചിരുന്നൊരു മണ്ഡലമാണ്. എന്നാൽ മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പുറകിലായി. അത് മറികടക്കാൻ വേണ്ടിയാണ് ഞങ്ങളവിടെ ഓരോ തെരഞ്ഞെടുപ്പിലും പരിശ്രമിച്ചത്. നല്ല കരുത്തരായ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിച്ചു, പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് മുൻപോട്ട് വരാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു സ്വതന്ത്രനെ മത്സരിപ്പിച്ചു. ഈ ചോദ്യം അന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രതികരിച്ചത്. നിങ്ങളൊരു കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണ്ടേ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ വോട്ട് കിട്ടി. അപ്പോൾ ഒരു സ്വതന്ത്രനെ അവിടെ മത്സരിക്കാൻ നിയോഗിച്ചത് കൊണ്ട് ഒരല്പം മുൻപോട്ട് വരാൻ കഴിഞ്ഞു. ജയിക്കാനൊന്നും കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. ഈ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സർവ്വസ്വീകാര്യതയുള്ള, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ആ നാടിനാകെ പ്രിയങ്കരനായ, കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾക്ക് ലഭിച്ചു. ഇപ്പോൾ നിങ്ങൾ ഇന്ന് എന്നോട് ചോദിച്ച ഈ ചോദ്യം അവിടുത്തെ സാഹചര്യങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴുള്ള മാറ്റം അറിയാത്തതുകൊണ്ടാവും ഞാൻ കരുതുകയാണ്. അവിടെ ഇപ്പോൾ ഏറ്റവും ബലവാനായ സ്ഥാനാർത്ഥി റസാഖാണ്. റസാഖ് അവിടെ ജയിക്കും. ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന മത്സരമാണ് അവിടുത്തെ മത്സരം. ബാക്കിയുള്ളവരെല്ലാം പറയുന്ന അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും ഈ സന്ദർഭത്തിലില്ല. അല്ല, ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അല്ല, മറുപടിക്കല്ലാതെ നിങ്ങളുടെ ആത്മസംതൃപ്തിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? വാർത്താ സമ്മേളനമല്ലേ, ചോദിച്ചാൽ മറുപടി പറയും. ഈ മറുപടി വേണ്ടാന്നാണെങ്കിൽ പിന്നെ നമുക്ക് ഒഴിവാക്കും. അല്ല, വശം ചൂണ്ടിക്കാണിക്കലല്ലോ. ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് മറ്റൊരു ചോദ്യം കൊണ്ട് വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അതിനല്ലേ വാർത്താ സമ്മേളനം. ഞാൻ മറുപടി പറയാം. കൊടുത്തിട്ടില്ല എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ പറയാനുള്ള കാര്യം, മറുപടി ഏത് തെരഞ്ഞെടുപ്പിലും ചില അവസരാധിഷ്ഠിതമായിട്ട് നിലപാട് സ്വീകരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ചില സ്ഥാനാർത്ഥികളുടെ അനുഭവങ്ങൾ പുതിയതല്ല. ഞാനതിൽ ഓരോരുത്തരെയായി പരിശോധിക്കാനോ വ്യക്തിപരമായി മാർക്കിടാനോ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഞാൻ ആദ്യം ഇവിടെ പറയാൻ കാരണം, കേരളത്തിൽ ഇന്നോളമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആദ്യമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 ഡസനിലധികം സ്ഥാനാർത്ഥികൾ ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിൽ മത്സരിക്കും. അതിൻ്റെ വൈപുല്യമാണ്, അതിൻ്റെ ആ ഒരു വലുപ്പമാണ് ഞാനിവിടെ ചോദിക്കുന്നത്. അല്ല, ഇനി അതും നിങ്ങളെ ഞാൻ തിരുത്താം. അതുപോലെയല്ല, നിങ്ങൾ പറഞ്ഞ തളിപ്പറമ്പാണ്, ഇനി അടുത്ത് പറയാം പയ്യന്നൂരാണ്, അതിൻ്റെ അടുത്ത് ചിലപ്പോൾ പറയാം അമ്പലപ്പുഴയാണ്. ഇവിടെയെല്ലാം ഈ പറഞ്ഞ NDAക്ക് സംഭാവന ചെയ്തതുപോലെ സ്ഥാനാർത്ഥികളെ CPM സംഭാവന ചെയ്തു എന്നൊരു ആരോപണം നിങ്ങൾക്ക് ഉന്നയിക്കാൻ പറ്റില്ല. കാരണം അവരെല്ലാം സ്വതന്ത്രരായി മത്സരിച്ചപ്പോൾ അവിടെ പോയി പിന്തുണ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണെങ്കിൽ നിങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞവരെല്ലാം ഔദ്യോഗിക ചിഹ്നത്തിൽ, NDAയുടെ ചിഹ്നത്തിൽ, താമരയിൽ, മറ്റുള്ളവരുടെ ചിഹ്നത്തിൽ പോയി മത്സരിക്കുകയാണ്. അപ്പോൾ ഒരു സ്വതന്ത്രൻ മത്സരിച്ചിട്ട് അവിടെ പോയി പിന്തുണ കൊടുക്കുന്നതും ആ മുന്നണിയിലേക്ക് കയറി ചെന്ന രാഷ്ട്രീയം സ്വീകരിച്ച് മത്സരിക്കുന്നതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി പറഞ്ഞു. അതിലൊരു ഫാക്ച്വൽ എറർ ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ 2 പ്രസ്താവനയും ശരിയല്ല. ബാക്കി അല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും, പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ ഇങ്ങോട്ട്, ഇപ്പം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ മാധ്യമങ്ങളെ കാണുന്ന ആദ്യമായിട്ടാണ്.
ഇതിനു മുൻപ് സംസാരിച്ച നേതൃത്വം എല്ലാം വിശദീകരിച്ചൊരു കാര്യമാണ്. അവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്ത് പറയാൻ എനിക്കതിലില്ല. ആ കാര്യങ്ങൾ തന്നെ ഞാനും നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ഇല്ല, അത് ആവശ്യമായത്ര കേരളത്തിൻ്റെ മുമ്പാകെ തുറന്നു കാട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല, ഞങ്ങൾ അന്ന് പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ടാണ് അവരിപ്പോൾ പരസ്യമായിട്ട് തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം അവരാർക്കെങ്കിലും വോട്ട് ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ ആയിരുന്നില്ല നമ്മുടെ തർക്ക വിഷയം. വോട്ടിൻ്റെ കാര്യത്തിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. അവരാദ്യം വോട്ടേ ചെയ്യുമായിരുന്നില്ല, അതൊക്കെ അവരുടെ കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി ആദ്യം വോട്ടേ ചെയ്യുമായിരുന്നില്ലല്ലോ, പിന്നീട് അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച സമയത്ത് സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന നിലവിൽ അതൊക്കെ അവരുടെ കാര്യം. ഞാൻ അതിനൊന്നും അല്ല ഇപ്പോൾ പറയും. ഞങ്ങൾ വിമർശിച്ചത് UDFന്റെ രാഷ്ട്രീയ നേതൃത്വം അവർ ഏറ്റെടുത്തു. അവരായി UDFന്റെ പ്രചരണങ്ങൾ നിശ്ചയിക്കുന്നത്, പ്രചരണ മുദ്രാവാക്യങ്ങൾ നിശ്ചയിക്കുന്നത് അവരായി മാറി. കടുത്ത ഇടതുപക്ഷ വിരുദ്ധത, അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല, ആവശ്യമായൊരു ഘട്ടബന്ധം നമുക്ക് പോവാം, പ്രചരിപ്പിക്കുന്നവരായി അവർ മാറി. അപ്പോൾ നമുക്കതിനെ വിമർശിക്കേണ്ടി വരും, അത് തുറന്നു കാണിക്കേണ്ടി വരും. അത് തുറന്നു കാണിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ ഒരു 1-1.5 വർഷക്കാലത്തെ 1-2 വർഷക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ചാനലിലൂടെയും അല്ലാതെയും സമൂഹത്തിൻ്റെ മുൻപാകെ കൊണ്ടുവരുന്ന മുദ്രാവാക്യങ്ങൾ തൊട്ടടുത്ത ദിവസം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മുദ്രാവാക്യമായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അല്ല, അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാം. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാൾ വഴി കണക്ക് എനിക്ക് പറയാൻ സാധിച്ചേക്കില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. എങ്ങനെ? ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, അല്ല ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, കംപ്ലീറ്റ്. കേരളത്തിൽ BJPക്കെതിരായി ഒരാൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വോട്ട് ആർക്കാ ചെയ്യുക? BJPയെ തോൽപ്പിക്കുന്നത് അല്ലെങ്കിൽ BJPക്കെതിരായിട്ടുള്ള നിലപാട് ശക്തമായി സ്വീകരിക്കുന്നത്? ഇനി BJP പ്രബലമായിട്ട് അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിൽ നേരിട്ട് അവരുമായി ഏറ്റുമുട്ടുന്നത് ആരാ? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ലേ പറയാൻ പറ്റൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ. അവരുടെ ലക്ഷ്യത്തെ നിങ്ങൾ തെറ്റായി ധരിച്ചോന്ന് എനിക്കറിയില്ല. അവരുടെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായ നിലപാട് സ്വീകരിച്ച് UDFനെ പിന്തുണയ്ക്കലാണ് എന്ന് അവർ തന്നെ ഭംഗ്യന്തരേണ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ മറിച്ചൊരു വിശ്വാസത്തിൽ നിൽക്കുന്നത് ശരിയായിരിക്കില്ല. എവിടെ? അതിനൊന്നും വ്യാഖ്യാനിക്കണ്ട. അല്ല, പറയാം. അതിനൊന്നും വ്യാഖ്യാനിക്കണ്ട, തെറ്റായി വ്യാഖ്യാനിക്കണ്ട. അവർക്ക് അവരുടേതായ ചില തന്ത്രങ്ങളുണ്ട്, സമീപനങ്ങളുണ്ട്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലതൊക്കെ പറയും, അതാണ് പ്രശ്നം. ഞാൻ അങ്ങനെ പറയണമെന്നൊന്നും കരുതിയിട്ടല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ കുറച്ചു കാലം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം നിരന്തരം വിളിക്കുകയാണ്, ഒന്ന് കാണണം എന്നാണ് ആവശ്യപ്പെട്ടത്, ഒന്ന് സംസാരിക്കണം, ചർച്ച ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചർച്ച ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ, ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ. അല്ല, ഒരു സൗഹൃദ സംഭാഷണം, ഒന്ന് കാണാനാണ്, പരിചയപ്പെടാനാണ്. സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ആളുകൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിന് എന്ത് എന്നല്ലേ ചിന്തിക്കും. എന്നാൽ ജമാഅത്ത് കേന്ദ്രങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടെന്താണ്? ഏതെങ്കിലും വിധേന ആളുകളെയൊക്കെ വിളിച്ച് അഭ്യർത്ഥിച്ച് ഒരു സൗഹൃദം, ഒരു കൂടിക്കാഴ്ച, ഒന്ന് കാണണം, വെറുതെ പൊതുകാര്യങ്ങൾ സംസാരിക്കാനാണ്, ഒരു 5 മിനിറ്റ് തരണം എന്നൊക്കെ പറഞ്ഞു വന്നാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു, ഞങ്ങൾ ധാരണയുണ്ടാക്കി, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിലപാട് ചർച്ച ചെയ്തു എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ഒരു ശരിയായ സമീപനമാണോ? അതല്ല. അത്തരത്തിലുള്ള പല സമീപനങ്ങളും വന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ വിളിച്ച സ്നേഹിതനെ എനിക്ക് പരിചയമില്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അങ്ങനെ സംസാരിക്കേണ്ടതായ ഒരു സാഹചര്യമില്ല, എനിക്ക് താല്പര്യമില്ല എന്നെനിക്ക് പറയേണ്ടതായി വന്നു. അപ്പോൾ പല നമ്മുടെ നേതാക്കളെയും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി പറയും, ഏതെങ്കിലും ഒരു നേതാവ് ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്കൊരു പിന്തുണ വേണം എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് മുഖം കാണിക്കാൻ, കാണാൻ, സൗഹൃദം പുതുക്കാൻ എന്നൊക്കെ പറഞ്ഞ് വന്ന്
ഇഫ്താറിന് ക്ഷണിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വന്ന് ഫോട്ടോ എടുത്തിട്ട് അത് പിന്നീട് ചർച്ചയാണ് എന്നൊക്കെ പറയുന്നതൊന്നും രാഷ്ട്രീയമായി ഒരു മര്യാദയോ അന്തസ്സുറ്റ നിലപാടോ അല്ല. സാന്ദർഭികമായ ഒരു അവസരം കിട്ടിയോണ്ട് ഞാനിപ്പോൾ പറയുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളൊരു വാചകത്തെ അടർത്തി മാറ്റുകയാണ്. അതിനി മറുപടി പറഞ്ഞിട്ട് അതൊരു പ്രധാന വാർത്തയാക്കാൻ ഞാൻ നിന്ന് വരുന്നേണ്ട. ഓരോ സാഹചര്യത്തിലും ഏത് സംഘടനയെക്കുറിച്ചും ആവശ്യം വേണ്ട നിലപാടും അഭിപ്രായവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭാവിയിലും തുടരും. അവിടെ നിർത്താം. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ അതിനെക്കുറിച്ച് കേട്ടു. അതിനെ സംബന്ധിച്ച് സർക്കാർ ജയിപ്പിച്ചു എന്ന് അങ്ങനെ ആരെയും പറയുന്നുണ്ടോ? കോൺഗ്രസ് ചിലപ്പോൾ പറയും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ നിയന്ത്രണം, പോലീസ് മാത്രമല്ല എല്ലാ വകുപ്പുകളുടെയും നിയന്ത്രണം തത്വത്തിൽ ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഇതിനു മുൻപും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്നും വന്ന ഒരു കത്തിൽ BJPയുടെ സീൽ വന്നൊരു പ്രശ്നം വന്നല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു എൻ്റെ ഫേസ്ബുക്ക് പേജിൽ. അതിപ്പോൾ കാണാനില്ലല്ലോ, നിങ്ങളാരെയും കണ്ടു? ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലൊരു നടപടിക്ക് വിധേയമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഊഹിക്കുന്നതാണ്. അപ്പോൾ ഇത് വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ അതിൽ ഒരു കാര്യം പ്രതിപക്ഷ നേതാവിൻ്റെതാകുമ്പോൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ വ്യാപകമായി ഇപ്പോൾ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. അതിനോടെല്ലാം വിയോജിപ്പാണുള്ളത്. അതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് അതിനോടൊന്നും ഒരു യോജിപ്പുമില്ല. പക്ഷേ ആ ഭാരം ഈ തലയിലേക്ക് കൊണ്ടുപോക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന തെറ്റായ ഒരു കാര്യം അത് ഇടതുപക്ഷം മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്കും ആ തരത്തിലുള്ള അഭിപ്രായമുണ്ട്. അതിൽ ഇപ്പോൾ സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സംഭവിച്ച കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. മനോരമയുടെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. എല്ലാം ഇതാണ് സാഹചര്യം. അതിൻ്റെ മറുപടിയാണ് ഇത് പറഞ്ഞത്. എന്നോടാ ചോദ്യം? ഞാൻ പ്രതികരിച്ചത് സംബന്ധിച്ചാണ് പറഞ്ഞത്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ നടപടിക്ക് വിധേയമായി എന്നാണ് പറഞ്ഞത്. എല്ലാവരും സംസാരിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണ്. കേരള പോലീസ് ഇപ്പോൾ ഈ നടപടികളെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണെന്നും നിയമപ്രകാരം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഈ സംവിധാനങ്ങളെയെല്ലാം നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അതല്ലാതെ ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ അല്ല. ഇപ്പോൾ ഒരു സ്ഥലമാറ്റം നടത്താൻ കഴിയുമോ? ഇപ്പോൾ നമ്മൾ ഈ മറ്റെന്താ പറയുക, ഏതൊരാൾക്കും മനസ്സിലാവുന്ന തർക്കമറ്റ കാര്യങ്ങളിൽ ഒരു സംശയം ഉന്നയിക്കുന്നത് ഉചിതമായ കാര്യമല്ല. കോൺഗ്രസ് പറയും, കോൺഗ്രസ് എന്തു പറയും, അതിനപ്പുറത്തേക്ക് അതിനൊരു പ്രസക്തിയില്ല.